വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നീക്കം നടക്കുന്നത്. വിഷയത്തിൽ ADGPയോട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നേരിട്ട് വിശദീകരണം തേടിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം SIT നിർണായക വ്യക്തത വരുത്തി നൽകിയ പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈയൊരു നടപടി. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ ADGP അജിത് കുമാർ 2 ദിവസത്തിനകം ഔദ്യോഗികമായി മറുപടി നൽകേണ്ടി വരും. വിശദീകരണം ലഭിച്ച ശേഷം ഇത് പരിശോധിച്ച് ബോധ്യപ്പെട്ട ADGPക്കെതിരെ ആവശ്യമായ വകുപ്പ് തല അന്വേഷണത്തിനോ അല്ലെങ്കിൽ നടപടിക്കോ ഉള്ള അന്തിമ ശുപാർശ പോലീസ് മേധാവി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്യും. അടുത്ത ആഴ്ചയോടെ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. നടപടിക്രമങ്ങളെല്ലാം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലെ വിവരം അനുസരിച്ച് ADGPക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് DGP റാങ്കിലേക്ക് ലഭിക്കേണ്ട സ്ഥാനക്കയറ്റം തടഞ്ഞുവച്ചേക്കും. മുൻപ് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടാണ് SIT പുതിയ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നത്. കേസിന്റെ അന്വേഷണത്തിൽ ADGP വലിയ വീഴ്ച വരുത്തുകയും നടപടികൾ അട്ടിമറിക്കുകയും ചെയ്തു എന്ന കണ്ടെത്തൽ പുതിയ റിപ്പോർട്ടിലും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനു മുൻപ് അജിത് കുമാർ നൽകിയ മറുപടികൾ തള്ളിക്കളയുന്നതാണ് SITയുടെ പുതിയ കണ്ടെത്തലുകൾ. നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ പോലീസ് മേധാവി മുൻകൂട്ടി നിയമോപദേശം തേടിയിരുന്നു. ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തി നിഗമനങ്ങളോടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITയോട് ആവശ്യപ്പെട്ടത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് ഈ കേസിന് ആധാരമായുള്ളത്. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പ്രചരിക്കപ്പെട്ട ഈ കേസിലെ തുടരന്വേഷണം ഉന്നതതലത്തിൽ വെച്ച് അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണത്തിലാണ് ഇപ്പോൾ SIT അന്വേഷണം നടത്തിയിരിക്കുന്നത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ADGPയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് കേസ് അട്ടിമറിക്കപ്പെട്ടെന്ന കണ്ടെത്തലിൽ SIT ഉറച്ചു നിൽക്കുന്നത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ അന്വേഷണം തിരിച്ചുവിട്ടോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിച്ചത്. അതിനിടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാൻ വൈകുന്നതിൽ ഭരണതലത്തിൽ അമർഷവും ഉയർന്നിരുന്നു. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും പോലീസ് മേധാവിയോട് വിശദീകരണം തേടുകയുമായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് അതിവേഗത്തിൽ വ്യക്തത വരുത്തിയുള്ള റിപ്പോർട്ട് കൈമാറിയത്. മറുഭാഗത്ത് സംഭവത്തിൽ മർദ്ദനമേറ്റ AD തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. പോലീസ് സേനയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ അടുത്ത ആഴ്ച തന്നെ തീരുമാനമുണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പിന്റെ അടുത്ത നീക്കം നിർണായകമായേക്കും. വരും ദിവസങ്ങളിൽ വിഷയം രാഷ്ട്രീയമായി കൂടുതൽ സജീവ ചർച്ചകൾക്കാകും വഴിവെക്കുക.